ഡൽഹിയിൽ നിന്ന് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് രാഹുൽ ഗാന്ധി അവിടെ എത്തിയിട്ടുണ്ട്. കെ സി വേണുഗോപാൽ രാജാജി മാർഗിലെ 10ാം നമ്പർ വസതിയിൽ കെ സി വേണുഗോപാൽ അങ്ങോട്ടേക്ക് എത്തുന്നില്ല തൽക്കാലം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നടക്കുന്ന തീരുമാനം വരാൻ പോകുന്നത് തമിഴ്നാട്ടിൽ വിജയിക്കൊപ്പം ടി വിക്കൊപ്പം കോൺഗ്രസ് ചേരണോ എന്നുള്ളതാണ്. ഇക്കാലം അത്രയും DMK സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുകയായിരുന്നു. മാത്രമല്ല തെരഞ്ഞെടുപ്പിലും DMK സഖ്യത്തിന്റെ ഭാഗമായി തന്നെ മത്സരിച്ചു. അതിനുശേഷം വളരെ പെട്ടെന്ന് ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം വിജയിക്കൊപ്പം ചേരുന്നതിലുള്ള രാഷ്ട്രീയ ധാർമ്മിക നൈതിക പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് അതിലെ പ്രധാന ചർച്ച. പക്ഷേ കെ സി വേണുഗോപാലിന് വിജയ് ഇതിനോടകം തന്നെ കത്ത് നൽകിയിരിക്കുന്നു. ഒരു MLA-മാരുടെ പിന്തുണ വേണമെന്ന് ആവശ്യപ്പെട്ടാണ് കത്ത്. രണ്ടുപേരും തമ്മിലുള്ള ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ഇത് ചർച്ച ഇങ്ങനെ ആയിരിക്കും അല്ലല്ലോ. പോലും ഡൽഹിയിലെ ചായയുടെ വിലയെ ചായക്ക് ഭയങ്കര വില അങ്ങനെയൊക്കെ പറയുന്നത്. ചർച്ച ഇങ്ങനെ അല്ലെങ്കിൽ പോലും ഒരു ചർച്ച അകത്തേക്ക് കയറുന്നതിന് മുമ്പ് അതെ 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 ചർച്ച നടക്കുകയാണ്. അപ്പോ ഏതായാലും നിരീക്ഷകർ തീരുമാനിക്കുന്നത് രണ്ടുപേരേ ഉള്ളൂ, ഖാർഗെയും രാഹുൽ രാഹുൽ ഗാന്ധി. അപ്പൊ എന്തായാലും ഇപ്പൊ എസ് കെ ഇതുപോലെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ ഇത് ആത്യന്തികം അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് തീരുമാനമാണ്. നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞുകൊണ്ട് ഹൈക്കമാൻഡ് ശക്തിയില്ല, അങ്ങനല്ല. ഹൈക്കമാൻഡ് ഇപ്പൊ ശക്തിയുണ്ട്. അതിന് കാരണം എന്താണ്? കെ സുധാകരനെ പോലെ മുതിർന്നൊരു നേതാവ് MP മത്സരിക്കണമെന്ന ശാഠ്യത്തിൽ നിൽക്കുകയും ആ കെ സുധാകരനെ കൊണ്ട് നിലപാട് തിരുത്തിച്ച ഹൈക്കമാൻഡാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്യാവശ്യം ശക്തിയുള്ള ഹൈക്കമാൻഡാണ്. അപ്പോൾ ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം എടുക്കും. MLA-മാരുടെ നിലപാട് ഇപ്പോൾ ഇതിനോടകം തന്നെ ഘടകകക്ഷികളെ കേട്ടു. അത് കെ സി വേണുഗോപാൽ ദാത്തിപ്പുണ്ട് കേട്ടോ, നാട്ടിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല എങ്കിൽ പോലും നേതാവല്ലേ അവിടെ എത്തുമ്പോൾ സംസ്ഥാനത്ത് കൂടി മത്സരത്തിലുണ്ട് എന്നതുകൊണ്ടാണ് ആ ചർച്ചയിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നത്. കെ സി കൂടി ഉണ്ട്, ഇതവിടെ മാറി നിൽക്കുകയാണ്. മാറി നിൽക്കണം. ഇത്തരം കൂടിക്കാഴ്ചകൾ തന്നെ ധാരാളമാണ് കെ സിയെ സംബന്ധിച്ച് നിലപാട് അറിയിക്കാൻ. അവിടെ മാറി നിൽക്കുകയാണ് കെ സി വേണുഗോപാൽ. അതിനകത്ത് മാറി നിൽക്കുകയാണ്. തൊട്ടിപ്പുറത്ത് ഖർഗെയും രാഹുൽ ഗാന്ധിയും ചർച്ച നടന്നു. പക്ഷേ ചർച്ച ചെയ്തല്ല, ചർച്ച തുടങ്ങുമ്പോഴേക്കും കെ സി വേണുഗോപാലോട് മാറുകയായിരിക്കും. പക്ഷേ ഇനി കെ സി വേണുഗോപാൽ കുറച്ചു നേരം അവിടുന്ന് മാറി നിന്നു എന്ന് കരുതി ഹൈക്കമാൻഡിലോ രാഹുൽ ഗാന്ധിയിലുള്ള കെ സിയുടെ സ്വാധീനം ഇല്ല എന്ന് ആർക്കാണ് പറയാൻ കഴിയുക? അങ്ങനൊന്നും അല്ല കാര്യങ്ങൾ. പക്ഷേ ഈ പറയുന്ന പോലെ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുക. ഒരു പക്ഷേ ഇതിനോടകം നേരത്തെ ഘടകകക്ഷികളുടെ അഭിപ്രായം തേടൽ പതിവില്ലെന്ന് രമേശ് ചെന്നിത്തലൊക്കെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനല്ല. ഇതിനോടകം തന്നെ ദീപാദാസ് മുൻഷി ഘടകകക്ഷികളുടെ നിലപാട് തേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഘടകകക്ഷികൾ അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതൊരു നേതാവിന് അനുകൂലമായിട്ടാണെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. എല്ലാവരും പറയുന്നത് ഇനി MLA-മാരുടെ നിലപാട് സ്വീകരിക്കും. അത് കഴിഞ്ഞ് ഹൈക്കമാൻഡ് ഒരു തീരുമാനം അത് പറയുന്നില്ല. പക്ഷേ എല്ലാ ഘടകകക്ഷികളും ഒറ്റ നേതാവിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കൃത്യമായി അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ SK എന്നിട്ട് ബാക്കി MLA-മാരുടെ നിലപാട് സ്വീകരിക്കും. അത് ഹൈക്കമാൻഡ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ MLA-മാർ എന്തായാലും പരസ്യമായി വാർത്താ സമ്മേളനം നടത്തി പറയുകയല്ല, MLA-മാർ കൂട്ടമായിരുന്നു പറയുകയല്ല, 1 to 1 ആയി വിളിച്ച് പറയുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നിലപാട് പ്രഖ്യാപിക്കുന്ന MLA അതിനകത്ത് കേട്ട് നിൽക്കുന്ന നിരീക്ഷകൻ ഈ പറഞ്ഞ പേര് ആരുടെയാണെന്ന് പുറത്തു പറയാതിരിക്കുമോ എന്നുള്ളതാണ് അതിന്റെ കൺസെപ്റ്റ്. അങ്ങനെയാണ് ഐഡിയൽ കൺസെപ്റ്റ്. അപ്പോൾ അതിനകത്തിരിക്കുന്ന ആൾ പറയുന്ന പേരെന്താണെന്ന് SK ഞാൻ പറയട്ടെ. ഇപ്പം ഇന്ന MLA ഇന്ന പേര് പറഞ്ഞു ഹൈക്കമാൻഡും ആരോടും പറയുന്നില്ലല്ലോ. അതിൽ ആത്യന്തികമായി ഫൈനൽ ഡിസിഷൻ MLA-മാർ എന്ത് പറഞ്ഞാലും ഘടകകക്ഷി എന്ത് പറഞ്ഞാലും ഫൈനൽ തീരുമാനം ഉണ്ടാവുന്ന ഹൈക്കമാൻഡ് തീരുമാനമായിരിക്കും. അത് പിന്നെ കിള്ളി ചോദിക്കുന്നില്ല. താങ്കൾ ഇന്നാളുടെ പേരാണോ പറഞ്ഞത്? ആ തീരുമാനം വന്നു കാണുമോ? ഇല്ല, ഘടകകക്ഷി അറിയിച്ചിട്ടുണ്ട്. MLA-മാരുമായി ആലോചിച്ചതിന് ശേഷം മാത്രമേ തീരുമാനം. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഘടകകക്ഷികളോടൊക്കെ ചോദിക്കും. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനൊക്കെ ഇത്രയും സീറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. പിന്നെ തൊടുപുഴയിൽ വരെ ചിലപ്പോൾ ഒരു ചോദിക്കുകയും ലീഗ് അടക്കമുള്ളവർ എന്ന് പറഞ്ഞാൽ നമ്മൾ അധികാരത്തിൽ നിന്ന് 10 വർഷം മാറി നിന്നെങ്കിൽ അധികാരത്തിൽ 10 വർഷം തുടരണം എന്ന മാസ്റ്റർ പ്ലാൻ ലീഗ് പറയുകയും അതിനനുസൃതമായ നേതാവിന് ഉണ്ടാവണം എന്നടക്കമുള്ള കുറച്ച് വിശദമായ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അല്ല ഹാഷ്മി, ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ തന്നെ പലപ്പോഴും AICC ജനറൽ സെക്രട്ടറിമാർ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാർ ഈ സംസ്ഥാനത്തിൻ്റെ ഇപ്പോൾ കേരളത്തിലൊരു വിഷയമുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ചുമതലയുള്ള AICC സെക്രട്ടറിയോ ജനറൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ പ്രവർത്തക സമിതി അംഗമോ ആരായാലും ഇത്തരം പല വിഷയങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് കെ കരുണാകരൻ AK ആന്റണി തർക്കം രൂക്ഷമായി നിന്ന കാലമുണ്ടായിരുന്നു. പിന്നീട് AK ആന്റണി മാറി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്ന ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെ പല ഘട്ടങ്ങളിലും ഈ നിരീക്ഷകരൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം അന്ന് അവർക്കെല്ലാം ഈ സുഗമമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. കേരളത്തിലെ ഇപ്പോൾ ഗുലാം നബി ആസാദിന് നേരെ ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തി ഈ പറഞ്ഞ ഘടകകക്ഷി നേതാക്കളുമായെല്ലാം ചർച്ച ചെയ്യുക, MLA-മാരുടെ അഭിപ്രായം കേൾക്കുക, അത്തരം കാര്യങ്ങൾ അത് പിന്നീട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കെ സി വേണുഗോപാൽ തന്നെ നിൽക്കുകയാണ് AICC-യുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ട്. രാഹുൽ ഗാന്ധി ഖർഗെയുടെ വസതിയിൽ നിന്ന് മടങ്ങി. ഞാൻ പറഞ്ഞില്ലേ കൂടിക്കാഴ്ചയാണ്, അതാണ് അവിടെ ഒരു ചർച്ച നടന്നത്. അല്ല, അകത്തുനിന്ന് ഒരുപക്ഷെ ചർച്ച നടന്നിട്ടുണ്ടാവും അകത്ത്. ഞാൻ പറഞ്ഞത് അവിടെ തീരാത്ത കാര്യങ്ങളോ അവിടെ തീരാത്ത വിഷയങ്ങളാകാം. ഏതായാലും ഒരു ഗൗരവമായ ചർച്ച നടന്നു. നിരീക്ഷകയുടെ റോളിലാണെന്ന് തോന്നുന്നു. അസിത നിരീക്ഷകയുടെ റോളിലാണോ? അല്ല, മാത്രമല്ല പ്രേക്ഷകർ അസിതയെ കുറിച്ചൊരു കാര്യം ചോദിക്കുന്നു. എന്റെ ശബ്ദത്തിനും ഒരു പരിധി വരെ ആഷ്മിയുടെ ശബ്ദത്തിനും ഒക്കെ ചെറിയ ഇളക്കങ്ങൾ തട്ടിയിട്ടുണ്ടല്ലോ.
ശബ്ദത്തിന് ചില പ്രശ്നം, ചില പോറലോ, ചില എന്തെങ്കിലും പ്രശ്നമുണ്ട്. അപ്പം അസിതയുടെ ശബ്ദത്തിന് എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അസിത? അസിതയ്ക്ക് അധികം സൗണ്ട് എടുക്കേണ്ടി വരും. അസിതയുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നല്ല പിച്ചുള്ള സൗണ്ട്, അധികം സൗണ്ട് എടുക്കണ്ട. മാത്രമല്ല ചില കണ്ണാടിച്ചില്ല് പറന്നു വരുന്ന പോലെ ഞാൻ ഇടയ്ക്കൊന്ന് സംശയിച്ചു. അസിതയ്ക്ക് ഒരുപാട് അണ്ണാക്ക് വെക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഇപ്പൊ പറഞ്ഞത് കോംപ്ലിമെന്റ് ആണോ ആക്ച്വലി പറഞ്ഞത്? അത് കേൾക്കുന്ന ആളിന്റെ തലച്ചോറിനനുസരിച്ച് പ്രവർത്തിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.